നമസ്തേ ഗരുഡാരൂഢേ ഢോലാസുരഭയങ്കരീ സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. മഹാലക്ഷ്മീ നമഃ. മുപ്പാരും വഴി പോലെ തീർത്തരുളിടും തായേ ഭവദ്വൈഭവം കേൾപ്പേറുന്നൊരു മർത്യനായവനിയിൽ തീർന്നിട്ടുമോർത്തിലതാൻ. ഇപ്പോൾ എന്തിനു വേണ്ടു ഘോര നരകച്ചൂടേകിടുന്നാമയം നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ ഭയം. ദേവീ ശരണം. അമ്മേ സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 14-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടിരിക്കണോ. തൻ്റെ വാക്കുകളെ ലംഘിച്ചുകൊണ്ട് മറ്റൊരു ആചാര്യനെ സ്വീകരിച്ചുകൊണ്ട് നിമി യാഗദീക്ഷ സ്വീകരിച്ച് യാഗം തുടങ്ങി എന്ന് മാത്രമല്ല, കാണാൻ വന്ന തന്നെ വേണ്ട പോലെ ആദരിച്ചില്ല എന്നുള്ള ക്രോധവും കൂടി വന്ന വസിഷ്ഠൻ നിമിയെ വിദേഹനാവാനായിക്കൊണ്ട്, നിമിയുടെ ദേഹം പതിക്കാനായിക്കൊണ്ട് ശപിച്ച ഭാഗങ്ങളാണ് സ്മരിച്ചു നിർത്തിയത്. കഥ തുടർന്നുകൊണ്ട് വ്യാസൻ പറയണു. ഇതി തദ്വ്യാഹൃതം ശ്രുത്വാ രാജസ്തു പരിചാരകാ സദ്യ പ്രബോധയാമാസുർമുനിമാഹു പ്രകോപിതം. ഇങ്ങനെ വസിഷ്ഠൻ ശപിച്ചത് കേട്ടപ്പോൾ രാജാവിൻ്റെ പരിചാരകന്മാരെ വേഗം ചെന്ന് മുനി ഇതാ കോപിതനായിരിക്കുന്നു എന്ന് അദ്ദേഹം വന്ന വിവരവും അദ്ദേഹത്തെ നിമിയെ ഉണർത്തിയിട്ട് പരിചാരകന്മാർ പറഞ്ഞു. നിഷ്കളങ്കനായിട്ടുള്ള നിമി കുപിതനായി വസിഷ്ഠനെ സമീപിച്ചു പറഞ്ഞു. കാരണസഹിതം യുക്തിപൂർവം സൗമ്യമായിട്ടാണ് പറഞ്ഞത്. ഹേ ധർമ്മജ്ഞ, എൻ്റെ കുറ്റമല്ല. ആർത്തി കൊണ്ട് ഇന്ദ്രനിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ധനത്തിൽ ആസക്തനായിട്ട് ആർത്തി പൂണ്ട് അങ്ങ് ഇന്ദ്രൻ്റെ യാഗം ചെയ്യാനായിട്ട് പോയി. ഞാൻ അങ്ങയോട് എത്ര പ്രാർത്ഥിച്ചിട്ടും യജമാനനായ എന്നെ വിട്ടിട്ടല്ലേ പോയത്. നിന്ദ്യമായ ഈ പ്രവൃത്തി ചെയ്തതിൽ അങ്ങക്ക് ലജ്ജയുണ്ടാവേണ്ടതല്ലേ. ധർമ്മനിശ്ചയം എന്തെന്ന് അറിയുന്ന ബ്രാഹ്മണശ്രേഷ്ഠനായിട്ടുള്ള അങ്ങ് അത് എങ്ങനെ ചെയ്തു? സാക്ഷാത് ബ്രഹ്മാവിൻ്റെ വേദാന്തങ്ങൾ അറിയുന്ന പുത്രനാണ് അവിടുന്ന്. ബ്രാഹ്മണധർമ്മത്തിൻ്റെ സൂക്ഷ്മവും ദുഷ്പ്രാപവുമായ ഗതി എന്ത് എന്ന് അവിടുന്ന് അറിയണില്ല. സ്വന്തം ദോഷം എന്നിൽ ആരോപിച്ച് വെറുതെ എന്നെ ശപിക്കാനാണല്ലോ അങ്ങിത ഇവിടെ ഒരുമ്പിട്ട് വന്നത്. സുജനങ്ങളെ ക്രോധം ത്യജിക്കുകയാണ് വേണ്ടത്. കാരണം കോപിക്കുന്നവര് ചണ്ടാളനേക്കാൾ നികൃഷ്ടനായി തീരണു. അങ്ങ് ഒരു കാരണവുമില്ലാതെ ക്രോധിച്ച് എൻ്റെ മേലിതാ ശാപം ചെയ്തു. അതിനാൽ കോപം പോണ്ട അങ്ങയുടെ ഈ ദേഹവും വീണുപോകട്ടെ എന്ന് വസിഷ്ഠനെ രാജാവും ശപിച്ചു എന്ന് പറയുകയാണ്. പരസ്പരം ശപിച്ചതിൻ്റെ ഫലമായി ഇരുവരും ദുഃഖിതരായി തീർന്നു. അത്യന്തം വ്യാകുലചിത്തനായി തീർന്ന വസിഷ്ഠൻ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. രാജാവ് തന്നെ ശപിച്ച കാര്യം അതുപോലെ അദ്ദേഹത്തെ ബ്രഹ്മാവിനെ അറിയിച്ചു എന്ന് പറയുകയാണ്. ഇപ്പോൾ എന്താ ഉണ്ടായത്? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗുരുവും ശിഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചു. തൻ്റെ വാക്കുകളെ ലംഘിച്ചു. തനിക്ക് മര്യാദ തന്നില്ല എന്ന് ക്രോധിച്ച വസിഷ്ഠൻ നിമിയെ ശപിച്ചു. ഇന്ദ്രൻ്റെ ജന കിട്ടാനുള്ള മോഹത്തിൽ ആർത്തി ആയിട്ടാണ് ഇന്ദ്രയാഗം ചെയ്യാൻ പോയത്. ഗുരുക്കുരു ആയിട്ടിരുന്ന തൻ്റെ യജ്ഞം ചെയ്തു തന്നില്ല. താൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ചെയ്തില്ല. മാത്രമല്ല വന്ന സമയത്ത് ആദരവില്ലാതെ കണ്ടല്ല കിടന്നുറങ്ങുകയായിരുന്നു. എന്താ ചെയ്യുന്നത് എന്ന് പോലും നോക്കിയില്ല. ആ കോപം കൊണ്ട് യാതൊരു കുറ്റവും ചെയ്യാത്ത തന്നെ ഇതാ ശപിച്ചു എന്ന് നിമിക്ക് ബോധ്യമായി. നിമിയും ഇതാ അദ്ദേഹവും തപസ് ചെയ്ത്
പണ്ട് രാജാക്കന്മാരെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊക്കെ തപോനിഷ്ഠന്മാരായിരുന്നു. അവർക്കും ആ തപോബലം, ശക്തി ഇതെല്ലാം അവർക്കും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നുവല്ലോ. അപ്പോൾ നിമിക്കും ആ ശക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. തൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠനെയും ദേഹം പതിക്കട്ടെ, വിദേഹനാകട്ടെ എന്ന് പറഞ്ഞ് വസിഷ്ഠനെയും ശപിച്ചു എന്ന് പറയുകയാണ്. ഇങ്ങനെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചു എന്ന് പറയും. എന്തായാലും ബ്രഹ്മാവിൻ്റെ അടുത്ത് വസിഷ്ഠൻ ചെന്നു. തൻ്റെ പിതാവിനെ നമസ്കരിച്ചുകൊണ്ട് വസിഷ്ഠൻ പറയുന്നതാണ്: വസിഷ്ഠൗവാചാരാജ്ഞോ ശപ്തോസ്മി ദേഹോയം പതദ്വധ്യതവേതി വൈ കിം കരോമി പിത പ്രാപ്തം കഷ്ടം കായ പ്രഭാതജം. ദേഹം നശിക്കുക എന്ന ഈ അത്യന്ത ദുഃഖസ്ഥിതിയിൽ ഹേ പിതാവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അന്യദേഹം സ്വീകരിക്കേണ്ടി വരുമ്പോൾ ആരായിരിക്കും എൻ്റെ പിതാവ് ആയിട്ട് വരിക? അതുപോലെ എനിക്ക് കിട്ടുന്ന ദേഹം എന്നും പൂർവ്വദേഹത്തെ പോലെ ഉള്ളത് ആയിരിക്കണം. എനിക്കുള്ള ജ്ഞാനം, ഇപ്പോഴുള്ള ജ്ഞാനം ആ പുതിയ ദേഹം കിട്ടുന്ന സമയത്തും എനിക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് എന്നിൽ കനിവുണ്ടാകണം എന്നെല്ലാം പറഞ്ഞ് അച്ഛനായിട്ടുള്ള ബ്രഹ്മാവിനെ നമസ്കരിച്ചു എന്ന് പറയാണ്. ശാപം ഫലിക്കാതിരിക്കില്ല. വസിഷ്ഠൻ അറിയാം, ഈ ദേഹം പതിക്കും, വേറൊരു ദേഹം എടുക്കേണ്ടി വരും. അതിപ്പോൾ ഏത് ദേഹം കിട്ടുക, എങ്ങനെയാണ്, എവിടെയാണ് എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഇതാ ബ്രഹ്മാവിനെ അനുഗ്രഹത്തിനായിട്ട് പിതാവിൻ്റെ കാൽക്കലിൽ വീണ് നമസ്കരിക്കുകയാണ്. ഏത് ദേഹം കിട്ടുക, ശ്രേഷ്ഠമായിട്ടുള്ളത് കിട്ടണം, ഇപ്പോഴുള്ള ദേഹം മാതിരി ഉണ്ടാവണം, ഇപ്പോൾ തനിക്കുള്ള ഈ ജ്ഞാനങ്ങളൊക്കെ അപ്പോഴും ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ബ്രഹ്മാവിനെ നമസ്കരിച്ചു. പുത്രനായിട്ടുള്ള വസിഷ്ഠന്റെ വാക്ക് കേട്ട് ബ്രഹ്മാവ് വസിഷ്ഠനോട് പറഞ്ഞു: മിത്രാവരുണയോ തേജഃ ത്വം പ്രവിശ്യ സ്ഥിരോ ഭവ തസ്മാദയോ നിജ കാലേ ഭവിതാ ത്വം ന സംശയ. മിത്രാവരുണന്മാരുടെ തേജസ്സിൽ കടന്നുകൂടി അവിടെ നീ ഇരുന്നോളൂ. പിന്നീട് സമയമാകുമ്പോൾ അയോനിജനായിട്ട് നിനക്ക് ജനിക്കാം എന്നാണ് ബ്രഹ്മാവ് അനുഗ്രഹിച്ചത്. അപ്പം മിത്രാവരുണരുടെ പുത്രനായിട്ട് ജനിക്കും. പക്ഷേ സാധാരണ ഒരു ജീവൻ ജനിക്കുന്നത് മാതിരി യോനിയിൽ കൂടിയുള്ള ജനനമായിരിക്കില്ല, അയോന്യജനായിട്ട് ജനിക്കാൻ കഴിയും എന്ന് അനുഗ്രഹിച്ചു. ഇങ്ങനെ വീണ്ടും ശരീരം കിട്ടി ധർമ്മജ്ഞനും എല്ലായിടത്തും എവരാലും സപൂജ്യനും വേദജ്ഞനുമായിട്ട് നീ ഭവിക്കും എന്നും ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം കേട്ടപ്പോൾ പിതാവിനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് സന്തോഷത്തോടെ വരുണാലയത്തിലേക്ക് പോയി എന്ന് പറയാണ്. പിന്നെ ആ വസിഷ്ഠ മഹർഷി അത്യുത്തമായ സ്വശരീരം വെടിഞ്ഞ് സൂക്ഷ്മശരീരത്തോടു കൂടിയിട്ട് മിത്രാവരുണന്മാരുടെ ശരീരത്തിൽ അവരുടെ തേജസ്സിൽ കടന്നുകൂടി. ഒരിക്കൽ ഇപ്പോൾ ആ ശാപം എന്നുള്ളത് പറഞ്ഞു. ഇനി മിത്രാവരുണന്മാരുടെ പുത്രനായിട്ട് എങ്ങനെയാണ് വസിഷ്ഠൻ ജനിച്ചത് എന്നുള്ളതിൻ്റെ കാരണത്തിനെയാണ് അവിടെ അവലോകനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പിതാവിനെ കണ്ടു, നമസ്കരിച്ചു, പിതാവിൽ നിന്നും അനുഗ്രഹം സ്വീകരിച്ചു. മിത്രാവരുണന്മാരുടെ പുത്രനായിട്ട് ജനിക്കുമെന്ന് അവരുടെ തേജസ്സിൽ ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് സൂക്ഷ്മരൂപമായിട്ട് കടന്ന് സ്വന്തം ശരീരത്തെ, ദേഹത്തെ ആ ശാപവിധി പ്രകാരം ത്യജിച്ചു വസിഷ്ഠൻ. ഇനി കഥ പറയുന്നത് വ്യാസൻ എങ്ങനെയാണ് മിത്രാവരുണന്മാരുടെ പുത്രനായിട്ട് വസിഷ്ഠൻ ജനിച്ചത് എന്നുള്ളതിനെ ആണ് അടുത്തതായിട്ട് പറയുന്നത്. സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.